തൃശൂരിൽ 3 വർഷത്തിനിടെ 2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ നിർണായക തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു ഫോറൻസിക് സംഘം. 2 കുഞ്ഞുങ്ങളുടെയും അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ ഇന്ന് കണ്ടെത്തി. സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. കുട്ടിയെ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണെന്നാണ് അമ്മ അനീഷ പോലീസിന് നൽകിയ മൊഴി. അനീഷയുടെ സുഹൃത്ത് ഭവിന്റെ വീടിന്റെ പരിസരത്തും പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തി. നിതിൻ അംബുജൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വ സംഘമാണ് നിർണായക തെളിവുകൾ ശേഖരിച്ചത്. 2021 നടന്ന ആദ്യ കുഞ്ഞിന്റെ കൊലപാതകത്തിലാണ് വെള്ളിക്കുളങ്ങരയിലെ അനീഷയുടെ വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചത്. 1.5 മണിക്കൂർ നീണ്ട നടപടിക്കൊടുവിൽ കുഞ്ഞിന്റെ കൈവിരലിന്റെ അസ്ഥികളും മറ്റ് എല്ലുകളും കണ്ടെത്തി. ഒരടിയോളം താഴ്ചയിൽ കുഴി കുഴിച്ചതായി ഫോറൻസിക് സംഘത്തിന് വേണ്ടി കുഴിയെടുത്ത ജോർജ് 24നോട് ചെറിയ കുട്ടിയല്ലേ, ജനിച്ചിട്ട് അധികം നാളായിട്ടുണ്ടാവില്ലല്ലോ. പേര് നമുക്ക് പറയാൻ പറ്റില്ല, ആ ഡോക്ടർക്ക് അല്ലേ അറിയുള്ളൂ. അതിന് ചെറിയ എല്ലും കഷ്ണങ്ങൾ കിട്ടി. കുഞ്ഞിലെ കയ്യിലെ വിരലുകൾ, പിന്നെ നമ്മളെ കുഞ്ഞിലല്ലേ, കുഞ്ഞു പൈതലല്ലേ, അത്ര ഉണ്ടാവുള്ളൂ. പിന്നാലെ ആമ്പല്ലൂരിലെ ഭവിന്റെ വീട്ടിലെത്തിയും ഇതേ സംഘം പരിശോധന നടത്തി. വീടിനോട് ചേർന്നുള്ള തോടിന് സമീപം അസ്ഥികൾ കണ്ടെത്തി. ഇവ 2024 കൊല്ലപ്പെട്ട രണ്ടാമത്തെ കുഞ്ഞിന്റെ അസ്ഥികൾ തന്നെയാണോ എന്ന് തിരിച്ചറിയാനായി പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. അതിൻ്റെ ബാക്കിയുള്ള പാർട്സുകൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി നടപടി ചെയ്യുന്നുണ്ട്. അതിന് ഇൻക്വസ്റ്റ് കാര്യങ്ങൾ നടന്ന് ഇപ്പോൾ പോവാണ്. ഇനി അടുത്ത സൈറ്റിൽ പോവാണ്. അതെ, ഇനി ഫർദർ നടപടികളുണ്ടാവും. കേസിൻ്റെ അന്വേഷണ ഭാഗമായുള്ള മറ്റ് നടപടികൾ ചെയ്യുന്നത്. പ്രതികളുടെ കുറ്റസമ്മത മൊഴികൾക്കപ്പുറം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. യൂട്യൂബ് നോക്കിയാണ് പ്രസവം നടത്തിയതെന്നാണ് അനീഷ പോലീസിന് നൽകിയ മൊഴി. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും ഇക്കാര്യത്തിൽ സഹായകരമായി. 2 തവണ ഗർഭാവസ്ഥ മറച്ചുവെക്കാനായി ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കിയെന്നും വയറ്റിൽ തുണി കെട്ടിയെന്നുമാണ് അനീഷ പോലീസിന് പങ്കുവച്ച വിവരം. കുഞ്ഞുങ്ങളെ കൊലപ്പെടുന്നതിന് മുൻപ് ചിത്രങ്ങളും ദൃശ്യങ്ങളും ചിത്രീകരിച്ചതായി യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കുറ്റകൃത്യത്തിൽ ശേഷിക്കുന്ന തെളിവുകൾ എല്ലിൻ കഷ്ണങ്ങൾ മാത്രമാണ്. സാഹചര്യ തെളിവുകൾ കൂടാതെ ഫോറൻസിക് പരിശോധനാ ഫലവും ഡിജിറ്റൽ തെളിവുകളാകും കേസിൽ നിർണായകമാകുക. തൃശൂരിൽ നിന്ന് ബിനേഷ് ബാബുരാജിനൊപ്പം നിതിൻ അംബുജൻ.